റോജ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിന് എതിരെ ഉണ്ടായ ഒരു പ്രതിഷേധവും അതിനെ തുടർന്ന് മന്ത്രിക്കുണ്ടായ പരിക്കുമൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസമായി ചർച്ചയിലിരിക്കുന്നത്. ഇപ്പോൾ ആ വിഷയത്തിൽ തന്നെ സ്പീക്കർ ഒരു വിശദീകരണം നടത്തിയിട്ടുണ്ട്. ആയുധം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, മന്ത്രി അവശയായിരുന്നു, ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ചെയ്തതെന്ന്. ഇതിൽ എപ്പോൾ പറഞ്ഞതാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? അല്ല, ഈ ഫെബ്രുവരി 25-ാം തീയതിയാണ് വൈകുന്നേരം 3:15 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം 5 പേരടങ്ങിയ KSU പ്രവർത്തകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർ പ്രതിഷേധം നടത്തി. അവരെ അപ്പോൾ തന്നെ കൈയോട് പോലീസ് പിടിച്ച് കസ്റ്റഡിയിലാക്കുകയൊക്കെ ചെയ്തു. നമ്മൾ കണ്ടതാണ്. അപ്പം ഈ സമയത്താണ് 4 മണിക്കോ മറ്റോ ഉള്ള വന്ദേ ഭാരതിൽ പോകാൻ വേണ്ടി സ്പീക്കറും അവിടേക്ക് വരുന്നത്. അതുവരെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന വീണ ജോർജും ഷംസീറും കൂടെ വണ്ടി വരുന്ന 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിനിടയിലാണ് ഈ ഗൂഢാലോചന പോലെയുള്ള കാര്യങ്ങൾ നടക്കുകയും അവിടെ ചെന്ന് ഈ ചിത്രം മാറുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് അവശയാണ്, അവർക്കെതിരെ ആക്രമണം നടത്തി കയ്യേറ്റം ഉണ്ടായി എന്നുള്ള കഥകൾ ഒക്കെ സ്പീക്കർ അതിനെ പൊലിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതോടുകൂടിയാണ് വീണ ജോർജിനെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തി. അന്ന് ഷംസീർ പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. ആയുധം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷേ വൻതോതിൽ കയ്യേറ്റം നടന്നു. കയ്യേറ്റത്തിൻ്റെ ഫലമായിട്ട് അവശയായി അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അത് KSU പ്രവർത്തകരുടെ പേരെടുത്തൊക്കെ പറഞ്ഞ് തന്നെയാണ് അദ്ദേഹം അന്ന് അവിടെ പ്രസ്താവനയൊക്കെ നടത്തിയത്. പക്ഷേ ഇതിനകത്തുനിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇതൊരു വളരെ CPM-ഉം അവരുടെ നേതാക്കളും കൂടെ ഒത്തൊരുമിച്ച് നടത്തിയ ഒരു സംഘടിത ശ്രമമായിരുന്നു. ഇത്തരത്തിലുള്ളൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച നാടകങ്ങളായിരുന്നു. ആ നാടകത്തിലെ പ്രധാന 2 കഥാപാത്രങ്ങളാണ് ഷംസീറും വീണ ജോർജും എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ കോടതി പറഞ്ഞ ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആ ദിവസങ്ങളുണ്ടായത്. കോൺഗ്രസിൻ്റെ ഓഫീസുകൾ വ്യാപകമായി കണ്ണൂരിലും കേരളം ഒട്ടാകെ നശിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുപോരാത്തതിന് ബിദുൽ ബാലൻ എന്ന് പറയുന്ന ആ കേസിലെ ഒരു പ്രതിയായ KSU-കാരൻ്റെ വീട്ടിന് ബോംബെറിഞ്ഞു. അവരുടെ അമ്മ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പം ഇങ്ങനെ വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിൽ ഭീതി പരത്തുകയും അക്രമം അഴിച്ചുവിടുകയും ഒക്കെ ചെയ്ത് അതിനെല്ലാം ന്യായീകരിച്ച വീരന്മാരാണ് ഇപ്പോൾ വന്നിരുന്നത്. കോടതിയിലെ നടപടിക്രമങ്ങൾ ഇവർക്ക് എതിരാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കാണ് ഇവരിതൊക്കെ പറയുന്നത്. എന്നാൽ അതിലൊരു പശ്ചാത്താപമോ ഒരു ഖേദം പ്രകടിപ്പിക്കാനോ പോലും സ്പീക്കറോ മന്ത്രിയോ പാർട്ടിയുടെ നേതാക്കന്മാരോ ആരും തയ്യാറായിട്ടില്ല. അല്ല, സ്പീക്കർ ഇന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ എന്തുകൊണ്ട് KSU-കാർ പെൺകുട്ടികളെ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് സ്പീക്കർ ഇന്ന് കൂടുതലായി. ആ ന്യായത്തിനകത്തൊന്നും അറിയത്തില്ല. ഇവിടെ കേരളത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങളൊക്കെ CPM-കാർ പെണ്ണുങ്ങളെ കൊണ്ടുവന്നാണ് നടത്തിയിട്ടുള്ളത്. ഈ നമ്മുടെ നിയമസഭയിൽ നടന്ന ഈ ഷംസീർ സ്പീക്കർ ആയിരിക്കുമ്പോഴാണ് KK രമയുടെ കൈ പിടിച്ചോടിച്ചത്. അതാരായിരുന്നു? ഏത് പെണ്ണുങ്ങൾ വന്നിട്ടാണ് കൈ പിടിച്ചോടിച്ചത്? CPM-ലെ ആണുങ്ങളായ MLA-മാരാണ് ആ സ്ത്രീയുടെ കൈ പിടിച്ചോടിച്ചത്, ഇല്ലേ? അപ്പം പിന്നെ ഇവിടെ അതിനെക്കുറിച്ച് എന്താണ് സ്പീക്കർക്ക് പറയാനുള്ളത്? അപ്പം അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇത്തരത്തിൽ എന്തിനെ ന്യായീകരിക്കുക എന്നുള്ളൊരു വികലമായ നികൃഷ്ടമായ ഒരു സംസ്കാരമാണ് CPM വളർത്തിക്കൊണ്ടുവന്നത്. അത് സ്പീക്കറായാലും മന്ത്രിയായാലും സാധാരണ പ്രവർത്തകരായാലും എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. നട്ടുച്ചയ്ക്ക് ഇരുട്ടാണെന്ന് മട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ അവർക്ക് അതിനുള്ള സംവിധാനമുണ്ട്. അത് പറയുന്നതിന് ഒരു മടിയോ ലജ്ജയോ ഇല്ലാത്തൊരു കൂട്ടമായിട്ട് ഇവർ മാറിയിരിക്കുകയാണ്. എന്തായിരുന്നു ഈ 4 ചെറുപ്പക്കാരുടെ ഇവരെ ജാമ്യാപേക്ഷ കോടതി സ്വീകരിച്ചുകൊണ്ട് കോടതി ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ തരത്തിൽ, കാരണം അവിടെ അന്ന് മന്ത്രിയുടെ സെക്യൂരിറ്റിക്ക് ഉണ്ടായിരുന്ന പോലീസുകാരിൽ 3 പേര് വന്ന് പറഞ്ഞു ആയുധം ഉപയോഗിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള ആയുധം ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ആയുധം കണ്ടെടുക്കാൻ 2 ദിവസം കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ട് പോലും പോലീസിന് കഴിഞ്ഞില്ല, ആയുധം റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏക ആയുധം എന്ന് പറയാവുന്ന കരിക്കൊടി മാത്രമായിരുന്നു. അപ്പം അതിൻ്റെ പേരിലാണ് 14 ദിവസം ആ പിള്ളേരെ പിടിച്ച് അകത്തിട്ടത്. മന്ത്രിയും പറഞ്ഞു ശക്തമായ രീതിയിൽ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ മന്ത്രിക്കോ ഏത് ആയുധം കൊണ്ടാണ് ആക്രമിച്ചതെന്ന് മന്ത്രിക്കോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, മന്ത്രിയുടെ സെക്യൂരിറ്റിക്കാരന് കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. പുറത്തുനിന്ന് വന്ന ദൃശ്യങ്ങളിലൊന്നും ആക്രമിക്കുന്നത് ഇല്ലാതാണ്. അതിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. അതിനു മുമ്പേ പോലീസ് അവരെ പിടിച്ചു മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കള്ളം പറഞ്ഞ് നാട്ടുകാരുടെ ഇടയിൽ ഭീതി പരത്തുന്ന ഒരു സമ്പ്രദായം ഈ പാർട്ടി എല്ലാ കാലത്തും അഴിച്ചുവിട്ടിട്ടുണ്ട്. അതിപ്പം വീണ് കിട്ടിയ ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിച്ചു. പക്ഷേ കോടതിയും നിയമവ്യവസ്ഥയും നാട്ടുകാരും എല്ലാം എതിരായപ്പോഴത്തേക്കാണ് ഇപ്പോൾ പ്ലേറ്റ് മാറ്റി ഡയലോഗ് അടിക്കാൻ തുടങ്ങിയത്. അന്ന് തന്നെ കോടതി ജാമ്യം കൊടുത്തുകൊണ്ട് പറഞ്ഞതാണ്
ആ നിമിഷം വരെ അന്ന് മന്ത്രിയുടെ മൊഴി എടുക്കാൻ പോലും തയ്യാറാണ്. കാരണം ആയുധം ഉപയോഗിച്ച് ആക്രമണത്തിന് വിധേയരായെന്ന് പറഞ്ഞ മന്ത്രി അതുവരെ മൊഴി കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ആരും അറിയാതിരിക്കുന്ന ഒരു നേരത്താണ് മന്ത്രി ഈ ഇതേക്കുറിച്ച് മൊഴി കൊടുക്കുക. അവിടെ പോലും പറയുന്നില്ല ആയുധം ഉപയോഗിച്ച് തന്നെ ആക്രമിച്ചെന്ന് പറയാനുള്ള ധൈര്യം മന്ത്രിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മന്ത്രിയുടെ ഗൺമാനും പറയാൻ ധൈര്യം ഉണ്ടായിട്ടില്ല ആയുധം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. അയാൾ കൊടുത്ത പരാതിയിൽ പോലും ആയുധം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതാരാണ് ഈ കള്ളക്കഥ, ആയുധത്തിന്റെ കള്ളക്കഥ ഇറക്കിയെന്നുള്ളത്? അത് CPM നേതാക്കന്മാരാണ്, അല്ലെ മന്ത്രിയുടെ ഒത്താശയോടുകൂടി കളിച്ചൊരു നാടകമായിരുന്നു എന്നുള്ളത് ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ പൊതുസമൂഹത്തിനിടയിൽ ആൾക്കാരെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനും അവരെ ആക്രമിക്കുന്നതിന് ഒരു വഴി കണ്ടുപിടിക്കാനുമുള്ള മാർഗമായിട്ടാണ് പലപ്പോഴും ഇതിനെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാണ് സ്പീക്കറും മന്ത്രിയും. അവരാണ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആക്രമണം അഴിച്ചുവിടാൻ ആഹ്വാനം ഒക്കെ നടത്തുകയൊക്കെ ചെയ്ത തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടത് എത്തിച്ച് ഇവർക്ക് കൈ കഴിഞ്ഞ് മാറി നിൽക്കാൻ കഴിയത്തില്ല. കാരണം എന്തായിരുന്നു 2026 ഫെബ്രുവരി 25 നടന്നു എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടതാണ്. അതിന്റെ ദൃശ്യങ്ങൾ മുഴുവൻ ലൈവായിട്ട് പോയതാണ്. എന്നിട്ട് കൂടിയാണ് ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം പറയുന്നു, സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കൈ പിടിച്ച് ഞെരിച്ചതിന്റെ ഭാഗമായിട്ടാണ് കഴുത്തിന് വേദന വന്നു എന്നാണ് പറയുന്നത്. അങ്ങനൊന്നും ഒരു പരാമർശം പോലും കോടതിയുടെ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ റിപ്പോർട്ടിലോ ഒന്നും കാണുന്നില്ല. ആ ഡോക്ടർമാർ അതിനെക്കാട്ടി കള്ളന്മാരായ കക്ഷികളാണ്. അല്ല, അതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ദിവസത്തെ ICUവിലുള്ള മന്ത്രിയുടെ ചികിത്സയും തുടർന്നുള്ള ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെല്ലാം കഴുത്തിൽ കോളർ ഇട്ടുകൊണ്ട് വന്ന മന്ത്രി സിമ്പതിക്ക് വേണ്ടിയാണോ ഇത് ചെയ്തതെന്നുള്ളൊരു ചോദ്യം. അത് തന്നെ തീർച്ചയായിട്ടും. കാരണം മന്ത്രിക്ക് ആയുധം ഉപയോഗിച്ച് ഒരു തരത്തിലുള്ള പരിക്ക് പറ്റിയതായിട്ട് മെഡിക്കൽ രേഖകളൊന്നുമില്ല. ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലായിരുന്നു എന്നാണ് കോടതി ജാമ്യം കൊടുത്തുകൊണ്ടുള്ള വിധിക്കകത്ത് പറഞ്ഞത്. അപ്പം മൊത്തം കെട്ടിച്ചമച്ച കള്ളക്കഥയുടെ പേരിലാണ് ഈ നാട്ടിൽ കലാപം അഴിച്ചുകൂടി കലാപത്തിന് ആഹ്വാനം നടത്തുകയും ചെയ്ത്. ഏതില്ലേ ആ തരത്തിൽ ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് സൂചനകൾ കൊടുത്തുകൊണ്ട് അതിന്റെ ഫലമായിട്ടാണ് CPMന്റെ ഈ ക്രിമിനലുകളായ സംഘം നാട്ടിലിറങ്ങി മുഴുവൻ ഇവിടെ ഈ അരാജകത്വം സൃഷ്ടിച്ചത്. ഇല്ലേ, എത്ര ഓഫീസുകളാണ് അടിച്ചു തീർത്ത്? ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു. അത് അങ്ങനെ ബോംബെറിഞ്ഞത് തെറ്റായി പോയെന്ന് CPMന്റെ ഒരു നേതാക്കന്മാർ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരാളുടെ വീട്ടിലേക്ക് ആ വീട്ടിലുള്ള ആൾക്കാരെ കൊല്ലുന്നതിന് വേണ്ടി ബോംബെറിഞ്ഞ, ഏതായാലും അവരെ ഉമ്മ വെക്കുന്നതിന് വേണ്ടി ഒന്നും അല്ലല്ലോ, അവരെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ബോംബെറിഞ്ഞത്. ആ ബോംബെറിഞ്ഞ നടപടി തെറ്റാണെന്നോ ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ലെന്നോ ഈ ഗോവിന്ദനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ സ്പീക്കറോ എന്തിന് ഈ വനിതാ മന്ത്രി ഈ വീണ ജോർജ് പോലും ഇതുവരെ പറയാൻ തയ്യാറായിട്ട് ഈ നടന്നതൊക്കെ തെറ്റായിപ്പോയി, മോശമായിപ്പോയി, ഞാൻ നിമിത്തം ഇങ്ങനെ 4 പേര് ജയിലിൽ കിടക്കണമെന്ന് എനിക്ക് ഖേദമുണ്ടെന്ന് പോലും പറയാൻ ആ സ്ത്രീക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് അതിക്രമവും അക്രമവും അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളത് അവർ ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടതാണ്.